പ്രണയാംശം രചന ശ്രീയാക്കു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്നാൽ ഇതേ സമയം പെൻഡ്രൈവ് കണക്ട് ചെയ്ത് TV ഓൺ ചെയ്യാതെ ഫോണെടുത്ത് സംസാരിച്ച് നിൽക്കുന്ന ഗീതയെ കണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നിലയും. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇതാ പെട്ടെന്ന് ഫോൺ കൊണ്ട് തിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്നവരെ കണ്ടത്. അത് കണ്ട് അവർ ഫോൺ കോൾ ഹോൾഡ് ചെയ്ത് അവരുടെ അടുത്തേക്ക് വന്നു. ചേച്ചി, ഓഫീസിൽ നിന്നുള്ള കോളാ. അടുത്ത ആഴ്ച ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്, കുറച്ചധികം പണിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ ഓഫീസിലേക്ക് പോട്ടെ. അയ്യോ മോളെ, നീ തനിച്ചാണ് ഓഫീസിൽ പോകുന്നത്? ഇവിടുന്ന് എനിക്ക് എങ്ങനെയാ ഓഫീസിൽ പോകാമെന്നറിയോ? ആദ്യമായിട്ടല്ലേ മോള് ഓഫീസിലേക്ക് പോകുന്നത്? അത് കുഴപ്പമില്ല ചേച്ചി, ധീരചേട്ടൻ താഴെയുണ്ട്, ആൾക്ക് ഓഫീസിലേക്ക് വേണം, അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം. എന്നാൽ പിന്നെ സമയം കളയാൻ മോള് പോകാൻ നോക്കിക്കോ. ശരി ചേച്ചി, ബൈ കുഞ്ഞുമണി. നീത നിലയോട് യാത്ര പറഞ്ഞു നിളയുടെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കൊഞ്ചിച്ചുകൊണ്ട് വേഗത്തിൽ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. ഷേടാ, ഇവൾക്ക് പോകുമ്പോൾ ഇത് ഓൺ ചെയ്തിട്ട് പോവായിരുന്നില്ലേ? അത്രയ്ക്ക് പണിയുണ്ടാവും ചേച്ചി, അതാ ഇത്ര പെട്ടെന്ന് പോയേ. നിലയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്ത്. ആരാ മോളെ? നീല ചോദിക്കുന്നേട്ട് നീള തൻ്റെ ഫോണിലേക്ക് നോക്കി. അതിൽ സ്ക്രീനിൽ ചേച്ചി എന്ന് കണ്ടതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അത് ഈ ചേച്ചി. എന്നാൽ കട്ടാവുന്നതിന് മുമ്പ് ഫോൺ എടുക്കും മോളെ, എന്തെങ്കിലും അത്യാവശ്യകാരം പറയാൻ വിളിക്കുന്നതാവും. നീല പറഞ്ഞതിനൊക്കെ മൂളിക്കൊണ്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. പിന്നെ കുറച്ച് നേരത്തെ സംസാരത്തിനൊടുവിൽ ഫോൺ കട്ട് ചെയ്ത് നിലയുടെ നേരെ തിരിഞ്ഞിരുന്നു. എന്തിനാ മോളെ അമ്മയെ ചേച്ചി വിളിച്ച്? ആ ചേച്ചി മനസ്സമ്മത്തിനുള്ള ഡ്രസ്സ് എടുക്കേണ്ട കാര്യം പറയേണ്ടി വിളിച്ചതാ. അതെയോ? എന്നിട്ട് എന്തു പറഞ്ഞു? എന്നാ പോകുന്നെങ്ങാനും പറഞ്ഞോ? അത് എല്ലാവർക്കുള്ള ഡ്രസ്സ് എടുക്കാൻ നാളെ മറ്റന്നാളെ പോകാമെന്നാ പറഞ്ഞ്. ഇന്ന് എനിക്ക് വേണ്ട ഡ്രസ്സിൻ്റെ അളവെടുക്കാൻ ബോട്ടിയിലേക്കൊന്ന് കൂടെ വരുമെന്ന് ചോദിച്ചു ചേച്ചി. കാശേട്ടനോട് വിളിച്ച് ചോദിച്ച് സമ്മതമായിട്ടുണ്ടെന്നാ പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ മോള് പോയിക്കോ. അതിവിടെ കാശേട്ടനൊന്നും ഇല്ലാത്തില്ലേ? ചേച്ചി ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഞാനെങ്ങനെ പോവാ? അക്കാര്യം ഓർത്ത് മോള് പേടിക്കൊന്നും വേണ്ട. ഞാൻ എങ്ങനെയാ ഇവിടെ തനിച്ചാവുന്നത്? ഇവിടെ രാമേട്ടനും കിച്ചുള്ള ചേച്ചിമാരൊക്കെ ഇല്ലേ? അച്ഛനും കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തിക്കോളും. അതുകൊണ്ട് മോള് പോകാൻ നോക്കാം, വെറുതെ അവരെ മുഷിപ്പിക്കണ്ട. നീല പറയുന്ന കേട്ട് നീള പോവാമെന്ന് സമ്മതിച്ചു. എന്നാൽ മോള് പോയി റെഡിയായി പോവാൻ നോക്ക്. നീളയോട് ഇതും പറഞ്ഞുകൊണ്ട് നീള അവിടെ കയ്യിൽ നിന്ന് കുഞ്ഞിപ്പെണ്ണിനെ വാങ്ങി. അപ്പോൾ തന്നെ നീള അവിടുന്ന് അവിടെ മുറിയിലേക്ക് പോയി. എല്ലാവരും പോയല്ലോ കുഞ്ഞിപ്പെണ്ണെ, ഇപ്പം അമ്മയുടെ മോള് മാത്രമേ ഇവിടെയുള്ളൂ. പിന്നെ കുറച്ച് ആൻറ്റിമാരും ഒരു അച്ചാച്ചനും. അതുകൊണ്ട് അമ്മയുടെ പൊന്ന് വാശി ഉണ്ടാക്കാതിരിക്കണേ. നീല പറയുന്ന കേട്ട് കുഞ്ഞിപ്പെണ്ണ അവിടെ നീലമിഴികൾ കൂർപ്പിച്ച് നിലയുടെ ചുണ്ടിന്റെ താളം നോക്കി കിടന്നു. അമ്മ പറയുന്നൊക്കെ അമ്മയുടെ പൊന്നിന് മനസ്സിലാവുന്നുണ്ടോ? എവിടെയല്ലേ? ഇപ്പോഴും അച്ഛനെ കാണാത്തതിന്റെ പിണക്കത്തിലാണോ എൻ്റെ കുഞ്ഞിപ്പെണ്ണ്? അച്ഛൻ ഇപ്പോൾ വരും കേട്ടോ, അതുവരെ നമുക്ക് അച്ഛയുടെ ഈ വീഡിയോ കാണാം. നീല കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് ബെഡിൽ കിടത്തിന് ശേഷം റിമോട്ട് എടുത്ത് ഓൺ ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ തന്നെ ഒരു വീഡിയോ അതിൽ പ്ലേ ആവാൻ തുടങ്ങി. നീ ഒറ്റൊരുത്തൻ കാരണം എന്റെ നിലയെ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ പിച്ച് ചീന്തിരടാ നായിന്റെ മോറെ. അലറിക്കൊണ്ടുള്ള കാശിയുടെ ചോദ്യത്തിനൊപ്പം മറ്റൊരുത്തൻ്റെ അലറിക്കരച്ചിലും ടിവിയുടെ സ്പീക്കറിലൂടെ ആ മുറിയിൽ ഉയർന്നു. എന്നാൽ തൻ്റെ കാതുകൾ കേട്ട വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നില്ല. പിന്നീട് അങ്ങോട്ടുള്ള ഒന്നും തന്നെ അവളുടെ കാതുകളിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല. പകരം കാശിയുടെ വാക്കുകൾ അവിടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒഴുകിയിറങ്ങി തൻ്റെ കാഴ്ചയെ മറക്കുന്ന കണ്ണുനീരൊന്നും തുടച്ചു മാറ്റാൻ പോലും ആവാതെ അവളൊരു തളർച്ചയോടെ ബെഡിലേക്ക് ഇരുന്നു. ഒരുമിച്ച് ഓഫീസിലേക്കുള്ള യാത്രയിലായിരുന്നു നിതയും ധീരജും. ഇരുവരൊരു വീട്ടിലാണ് താമസമെങ്കിലും അധികം സംസാരങ്ങളോ നോട്ടങ്ങളൊന്നും ഇവർക്കിടയിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മൗനമായിട്ടായിരുന്നു ഇരുവരുടെയും യാത്ര. എന്നാൽ യാത്രയിലുടനീളം നീണ്ടു നിൽക്കുന്ന മൗനം ഇരുവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് പോവാൻ തന്നെ തീരുമാനിച്ചു. നിതയ്ക്ക് എങ്ങനെ? ധീരജേട്ടൻ ഇവിടെ? ഇരുവരും ഒരേ സമയം സംസാരത്തിന് തുടക്കമിട്ടുകൊണ്ട് തന്നെ മറ്റേയാൾ പറയട്ടെ എന്ന് വിചാരിച്ച് അടുത്തയാൾ മൗനം പാലിച്ചു. എന്താ നീ താനെന്തോ പറയാൻ വന്നിട്ട് നിർത്തിക്കളഞ്ഞ്? അത് ഒന്നുമില്ല, ധീരജേട്ടൻ ഇവിടെ കാശിയോടൊപ്പം തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാനും തന്നെ പോലെ ആദ്യയുടെ കാശിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. പഠിപ്പ് കഴിഞ്ഞിറങ്ങി ഇത്ര നാൾ വെറുതെ അച്ഛൻ്റെ ഒപ്പം അച്ഛനെ സഹായിച്ച് നടക്കുകയായിരുന്നു. ഒന്നും ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ഇങ്ങനെ തലയിൽ വെക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. അതുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയിക്കൊണ്ട് തന്നെ അച്ഛൻ പിടിച്ച് കാശിയേട്ടൻ്റെ കീഴിലാക്കിയതാ. കാശിയേട്ടൻ പറഞ്ഞ് ഞാൻ അനുസരിക്കുന്ന അച്ഛനെ നന്നായിട്ട് അറിയാം. ബിസിനസ് കാര്യത്തിൽ ഏട്ടൻ വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് അച്ഛനറിയാം കാശിയേൻ്റെ അടുത്ത് തന്നെ ആക്കിയ ഏട്ടൻ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നെ ഒരു ബിസിനസ് മാനാക്കി കൈ കൊടുക്കുന്നത്. അതെന്താ ഈ ഫീൽഡ് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുക്കാൻ ഒരു മടി? അല്ലടോ, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ MBA എടുക്കില്ലായിരുന്നു. എനിക്ക് ബിസിനസ് ഫീൽഡ് തന്നെയാണ് താല്പര്യം. പക്ഷെ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റി എടുത്താൽ തലയിൽ വെക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് കുറച്ച് നാൾ എൻജോയ് ചെയ്ത് നടന്ന്. അതിപ്പോൾ ഇങ്ങനെയായി. ബട്ട് എനിക്കിഷ്ടമാണ് കാശിയുടെ കൂടെ വർക്ക് ചെയ്യാം. ഏട്ടനെല്ലാം കൃത്യമായി തന്നെ പറഞ്ഞു തരും. ഏട്ടനിൽ നിന്ന് ഇൻസ്പയറായിട്ട് തന്നെയാണ് ഞാൻ ഈ ബിസിനസ് ഫീൽഡ് തിരഞ്ഞെടുത്തത്. ധീരജ് ഇത്രയും പറഞ്ഞ് ഡ്രൈവിങ്ങിനിടെ നിതയൊന്ന് പാളി നോക്കിയപ്പോൾ അവളൊരു ചെറുപുഞ്ചിരിയോടെ തന്നെ കേട്ടിരിക്കുന്ന കണ്ട് അവന് തിരികെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ഇനി തൻ്റെ കാര്യം പറ, തനിക്കെങ്ങനെ ഈ ജോബ് ഇഷ്ടമായോ? ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും കാശിയിട്ടെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിരുന്നുകൊണ്ട് എനിക്കിപ്പോൾ ഈ ജോബ് ഇഷ്ടമായി തുടങ്ങി. പിന്നെ അവരിരുവരും പല കാര്യങ്ങളും സംസാരിച്ചാണ് അവരുടെ യാത്ര മുന്നോട്ട് നയിച്ച്. അതിലൂടെ തന്നെ ആ സമയം അവർക്കിടയിൽ ഒരു നല്ല സൗഹൃദത്തിന് തുടക്കം കുറിച്ചിരുന്നു. എൻ്റെ കാശി നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്?
നിന്റെ ഈ സ്പീഡാണോണ്ട് ചോദിച്ചാ എനിക്ക് ഇനി കുറച്ചാൾ കൂടി ജീവിച്ചേക്കാൻ ആഗ്രഹമുണ്ടടാ. എന്റെ പെണ്ണിനോട് എന്റെ മനസ്സിലുള്ള പ്രണയം പോലും ഞാൻ ഇതുവരെയായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ല. അത് നിന്റെ നട്ടിലിനും പറയില്ലാത്തതുകൊണ്ടല്ലേ? ഓടാ പന്നി, എന്റെ നട്ടിലിനും പറയില്ലാത്തതുകൊണ്ടൊന്നല്ല എനിക്ക് എന്റെ പ്രണയം തുറന്നു പറയാൻ കഴിയാത്തത്. പിന്നെന്താ ആകാശ് ഹർഷന്റെ പ്രശ്നം മറ്റൊന്നല്ല അളിയ. എന്റെ പെണ്ണെന്ന് പറയുന്ന ആ കുരിപ്പ് തന്നെയാ. ഞാൻ എങ്ങനെയെങ്കിലും അവളോടൊന്ന് കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി കിട്ടിയ ചാൻസിന് അവളോട് മിണ്ടാൻ തുടങ്ങുമ്പോഴേക്കും അവൾ ഒന്നും രണ്ടും പറഞ്ഞ് അടി തുടങ്ങും. പിന്നെ അവൾ പറയുന്ന വീട്ടിലേക്കുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് അതിനൊപ്പിച്ച് ഞാനും മറുപടി അറിയും. പിന്നെ എങ്ങനെ ഞാൻ ആ മുതലിനോട് എന്റെ ഇഷ്ടം തുറന്നു പറയാം? നീ തന്നെ പറ. ഞാനെന്ത് പറയാം? നീ തന്നെ എന്തെങ്കിലും വഴിയണ്ടിരിക്കോ? അലി വേറെ നല്ല ചുള്ള ചെക്കന്മാർ വന്ന് അവളെയും കൊണ്ടുപോകും. പിന്നെ ഇരുന്ന് മോങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനെ നീ എന്നെ പുച്ഛിക്കൊന്നും വേണ്ട. നീ നോക്കിക്കോ, നിങ്ങളുടെയും ജോയിന്റെയും മനസ്സമ്മത്തിന് മുമ്പ് അല്ലെങ്കിൽ അന്നോ എന്റെ പ്രണയം ഞാൻ അവിടെ തുറന്നു പറഞ്ഞിരിക്കും. ആ എന്നാ നിനക്ക് കൊള്ളാം. അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ മാഷുവരുടെ കാര്യങ്ങൾക്ക് നിലയോട് സംസാരിക്കുന്നുണ്ടോ? ആകാശിന്റെ ചോദ്യം കേട്ടതും അത്ര നേരം പ്രസന്നമായിരുന്ന കാശിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഇല്ലടാ, ഇപ്പൊ നിലയോട് ഇതേക്കുറിച്ച് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ആദ്യം അവരെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കണം. അതിനുശേഷം എൻ്റെ പെണ്ണിനെ അനിത്യമാരെയും കൊണ്ട് എനിക്ക് അവർക്ക് അവകാശപ്പെട്ട ആ വീട്ടിൽ പോയി താമസിക്കണം. നീ എന്തൊക്കെയാ കാശി പറയുന്നത്? അതിനവരുടെ സ്വത്തുക്കളെല്ലാം നാരായണൻ എന്ന് പറയുന്ന ആളും അയാളുടെ മക്കളും കൈയടക്കി വെച്ചിരിക്കുകയാണെന്നല്ലേ മാഷ് പറഞ്ഞ്? പിന്നെങ്ങനെ നിങ്ങൾ അവിടെ പോയി താമസിക്കും? ഈ കശ്യപുരഗ്രാം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതു വിധനെയും നടത്തിയിരിക്കുന്ന എനിക്കറിയാലോ. അതുകൊണ്ട് തന്നെ എൻ്റെ പെണ്ണിനെ അനിയത്തിമാർക്കും നഷ്ടപ്പെട്ടെല്ലാം തിരികെ നേടിക്കൊടുക്കണം എനിക്ക്. അപ്പൊ കശ്യപുരഗ്രാം കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് സാരം. യെസ്, ഇനി കാശിയുടെ കളികളെല്ലാം അവിടെയാണ്. കാശി വന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ആകാശിനെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. അതുകൊണ്ട് ആകാശിന്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് കാശിക്ക് മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത പോലെ തോന്നിയത്. കാശിയുടെ ഭാഗത്തുനിന്ന് പിന്നെ സംസാരമൊന്നും കാണാത്തതുകൊണ്ട് ആകാശ് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് അവന്റെ മുഖത്തെ മാറ്റം ശ്രദ്ധിച്ച്. എന്തു പറ്റി കാശി? അറിയോ ഓക്കെ? നോ, ഐ ആം നോട്ട് ഓക്കെ. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പെണ്ണിനെ കാണണം. എന്തോ മനസ്സ് വല്ലാതെ പിടക്കുന്നു. അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. ഏയ് എന്താടാ, ഇത്ര നേരം കുഴപ്പമൊന്നുണ്ടായിരുന്നില്ലല്ലോ? അറിയില്ലടാ, പക്ഷെ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന പോലെ. ഞാൻ ഡ്രൈവ് ചെയ്യണോ? വേണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും കാണും. എന്നാലും എനിക്കിനൊരു സ്വസ്ഥത കിട്ടൂ. നീ ടെൻഷൻ അടിക്കണ്ട, ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. പെങ്ങളും കുഞ്ഞിപ്പെണ്ണും നമ്മുടെ വീട്ടിലല്ലേ ഉള്ളു, അവരവിടെ സേഫായിരിക്കും. കാശി ആകാശിനെ നോക്കിയൊന്ന് മൂളിക്കൊണ്ട് കാറിന്റെ സ്പീഡ് കൂട്ടി. കുറെ നേരം നീല അതേ ഇരിപ്പനെ തുടർന്നു. അവളുടെ മനസ്സിൽ അന്നേരം ഒരു അഗ്നിപർവ്വം തന്നെ പുകയുന്നുണ്ടായിരുന്നു. എന്നെ അപ്പോൾ ചതിച്ചതാണോ? എന്തിനു വേണ്ടി എന്നോട് അങ്ങനെ ചെയ്ത്? അങ്ങനെ എന്നെ ചതിച്ചായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ പിന്നെ വിവാഹം കഴിച്ചേ? ഇനി കുഞ്ഞിന് വേണ്ടി ആയിരിക്കുമോ? ആയിരിക്കും. അല്ലെങ്കിൽ എന്നോട് കുഞ്ഞിനോട് ഇത്രയും സ്നേഹത്തിൽ പെരുമാറില്ലല്ലോ. പക്ഷെ അങ്ങനെയുള്ള സ്നേഹം എനിക്ക് എൻ്റെ കുഞ്ഞിന് ആവശ്യമില്ല. ഇനിയൊരു ചോദ്യത്തിൻ്റെയും പറച്ചിലിൻ്റെയും ആവശ്യമില്ലല്ലോ. കാരണം ആരാണോ എന്നെ പിച്ച് ചീന്തി അയാളുടെ വായിൽ നിന്ന് തന്നെയാണല്ലോ സത്യങ്ങൾ പുറത്തു വന്നത്. എന്നാൽ കാശിയിട്ട് എന്നോട് അങ്ങനെ ചെയ്യുമോ? ആ കണ്ണുകളിൽ ഞാൻ കണ്ടിരുന്ന എന്നോടുള്ള പ്രണയം തന്നെയല്ലേ? അതും എനിക്കങ്ങനെ തോന്നിയതാണോ? അല്ല, ആ കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്ന് എന്നോടുള്ള പ്രണയം തന്നെയാണ്. അങ്ങനെ എന്നോടുള്ള പ്രണയം ആ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്തിനു വേണ്ടി എന്നോട് ഇങ്ങനെ ചെയ്തു? ഇനി ഒരു പക്ഷേ ചെയ്തു പോയതിലുള്ള കുറ്റബോധം കൊണ്ട് അതിൽ നിന്ന് ഉടലെടുത്ത പ്രണയമാണോ? അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ എന്തെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആരുടെയും കയ്യിലെ കളിപ്പാവാവില്ലായിരുന്നല്ലോ ഞാൻ. എനിക്കറിയണം എന്തിനു വേണ്ടിയാണ് എങ്ങനെ ചെയ്തെന്ന്. അതറിഞ്ഞിട്ട് ഇനി എന്തുള്ളൂ. ഓരോരോ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കൊടുവിൽ നില ഉറച്ചൊരു തീരുമാനമെടുത്ത് കാശിയുടെ തിരിച്ചുവരവിനായി കാത്തിരുന്നു. തൻ്റെ ഉള്ളിലെ ചോദ്യങ്ങളുടെ ഉത്തരത്തിനായി. ആൻറ്റി പറഞ്ഞ സത്യമാണോ? അവിടെ ഇപ്പോൾ അവളും കുഞ്ഞു മാത്രമേ ഉള്ളൂ? അതേ മോളെ, ആൻറ്റിക്ക് മോളോട് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ നമ്മൾ കാശ് കൊടുത്ത് നിർത്തിയ ആൾ തന്നെയാണ് ഈ വിവരം എന്നെ അറിയിച്ച്. അങ്ങനെയെങ്കിൽ ഇതാണ് ആൻറ്റി പറ്റിയ അവസരം. അവളെ ആ കുഞ്ഞിനെയും ഒന്നുകിൽ ആ വീട്ടിൽ നിന്ന് തുരത്താൻ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് രണ്ടിലൊന്ന് ഇന്ന് നടത്തിയിരിക്കണം. അതേ മോളെ, അത് തന്നെയാ വേണ്ടത്. അവൻ്റെ സ്വത്തുക്കൾ അങ്ങനെ ഇവിടുന്ന് കയറി വന്ന ആ പിച്ചക്കാരിയോടെ കുഞ്ഞു അനിയത്തിമാരൊന്നും അനുഭവിക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ആൻറ്റി. ഇനി ഒട്ടും സമയം പാഴാക്കണ്ട. ശരിയാ, സമയം പോകുന്നവരും പോയവരെല്ലാം തിരിച്ചു തരും. അതുകൊണ്ട് വേഗം കാര്യങ്ങൾ നടത്തി നമുക്ക് തിരിച്ചു പോരണം. കാശിയെങ്ങാനും അറിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പകേരിയുന്ന കണ്ണുകളാൽ പലതും തീരുമാനിച്ചുറപ്പിച്ച് കൃതിയും സുനിതയും ദ്വാരക ലക്ഷ്യമാക്കി അവരുടെ യാത്ര ആരംഭിച്ചു. ഇതേ സമയം നിലയെയും കുഞ്ഞിപ്പെണ്ണിനെയും കാണാൻ വേണ്ടി ദ്വാരകയിലേക്ക് വന്നതായിരുന്നു ലച്ചു. കുറച്ചു നേരത്തെ നിതയെ വിളിച്ചപ്പോൾ അറിഞ്ഞിരുന്നു കാശിയും ആകാശം ദൂരെ എവിടേക്കോ പോയിരിക്കുകയാണെന്ന്. അതുപോലെ അത്യാവശ്യമായി ഓഫീസിലേക്ക് പോവേണ്ടതുണ്ട്. നിതയും ധീരജ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും. ചുരുക്കത്തിൽ വീട്ടിലിപ്പോൾ നിലയും കുഞ്ഞിപ്പെണ്ണും നിലയും തനിയുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് ഉച്ചവരെയുള്ള തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ നിമിക്ക് ഫുൾ ഡേ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും ഭാരതിയമ്മ നാട്ടിലേക്ക് പോയതുകൊണ്ടും വെറുതെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി വൈകുന്നേരം വരെ അവരുടെ ഒപ്പം സമയം ചെലവഴിക്കാലോ എന്ന് കരുതി നിമ്മിയോടും പറഞ്ഞ് പോകുന്നതായിരുന്നു ലച്ച്. വീട്ടിലേക്ക് കയറിയപ്പോഴാണ് അവിടുത്തെ സർവൻസിൽ നിന്ന് നിലയും കുഞ്ഞു മാത്രമേ ഇവിടെ ഉള്ളൂന്നും നിള കുറച്ചു മുമ്പേ പുറത്തേക്ക് പോയെന്നും അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും മുതിരാതെ ലച്ചു നിലക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പതിയെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ മുറിയിലേക്ക് പോയി.
തുറന്നു കിടക്കുന്ന വാതിൽ കണ്ട ഒരു പുഞ്ചിരിയോട് അകത്തേക്ക് കയറിയപ്പോഴാണ് കട്ടിലിന് താഴെ വെറും നിലത്തിരുന്നുകൊണ്ട് ബെഡിലേക്ക് തലയാഴ്ച വെച്ച് കിടക്കുന്ന നിലയെ കണ്ടത്. തൊട്ടടുത്ത് തന്നെ ബെഡിൽ കിടന്ന് ചിണുങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിപ്പിണിനെയും കണ്ട് ലച്ചുവിന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർപ്പ് കടന്നുപോയി. അവൾ ഉള്ളിൽ നിറഞ്ഞ ആദ്യയോടെ അവർക്കരികിലേക്ക് പാഞ്ഞു. നില. ലച്ചു ടെൻഷനോടെ നിലയുടെ തോളിൽ കൈവച്ച് വിളിച്ചു. അത്ര നേരെ ഏതോ സ്വപ്നലോകത്തെന്ന പോലെ ഓരോന്നും ചിന്തിച്ചു കൂട്ടിയ നില പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് കിടന്നെടുത്തും തലയിരിച്ച് നോക്കി. അവിടെ തന്റെ തോളിൽ കൈവച്ച് ടെൻഷനോടെ തനിക്കടുത്ത് മുട്ടൂത്തി നിൽക്കുന്ന ലച്ചുവിനെ കണ്ട് നിലയുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു വന്നു. എന്നാൽ അവിടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു ലച്ചു. നിലമോളെ, എന്തു പറ്റിയടാ? എന്തിനാ നീ കരയുന്നത്? ലച്ചുവിന്റെ ചോദ്യം കേട്ട് നിലയുടെ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അതൊരു പൊട്ടിക്കരച്ചിലേക്ക് വഴിമാറുകയും ചെയ്തു. തന്നെ ചുറ്റിപ്പിടിച്ച് ഏങ്ങിക്കരയുന്നവളെ കണ്ട് ആ നിമിഷം ലച്ചുവിന്റെ കണ്ണുകളിലും കണ്ണുനീർ ഉരുണ്ടുകൂടി. ഇങ്ങനെ കരയാതെ എന്താ പറ്റിയെന്ന് പറയടാ? ലച്ചുവിന്റെ ചോദ്യം കേട്ട് നില അവളിൽ നിന്ന് നടന്നു മാറി അവളുടെ മുഖത്തോട്ട് നോക്കി. ലച്ചു, ഞാൻ വീണ്ടും ഒരു കോമാളിയായി മാറി. എന്നെ പറ്റിച്ചു. അത്രയും പറഞ്ഞ് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. അതുകൊണ്ട് ലച്ചു അവളുടെ ഇരുകവിളിലും കൈവച്ച് മുഖം തനിക്ക് നേരെ ഉയർത്തിപ്പിടിച്ച് കവിളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീർ വിരലുകളാൽ തുടച്ചു മാറ്റി. നീ എങ്ങനെ കോമാളിയായി നില നീ പറയുന്നത്? ആരാ നിന്നെ പറ്റിച്ചേ? എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആള് തന്നെ. തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയെടുത്ത് പൊക്കി പിടിച്ച് കാണിച്ച് പറയുന്നവളെ കണ്ട് കേട്ടത് വിശ്വസിക്കാനാവാതെ അവളുടെ മുഖത്തോട്ട് നോക്കി. കാശിയുടെ കാര്യമാണ് നീ പറയുന്നത്? ഏട്ടൻ നിന്നെ എന്തു പറഞ്ഞ് പറ്റിച്ചു എന്നാ? അന്നാ രാജേഷിനൊപ്പം ഹോട്ടലിലേക്ക് പോകുന്ന നാൾ വരെ അയാളുടെ അടുക്ക് എനിക്ക് ചുറ്റുണ്ടായിരുന്ന കഴുകൻ കണ്ണുകളിൽ നിന്നും ഞാൻ മറച്ചു പിടിച്ചിരുന്ന എൻ്റെ കന്നി കാത്തോ. അന്ന് ആ ഹോട്ടൽ മുറിയിൽ വെച്ച് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഇല്ലാതാക്കിയവനാ നീ പറഞ്ഞ കാശിയേട്ടൻ. എന്നിട്ടിപ്പോൾ ഇതാ വീണ്ടും അതേ ആൾ എന്നെ എന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ച് എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് നല്ലവനായിട്ട് അഭിനയിച്ചൊണ്ടിരിക്കുക. ഇതിനുള്ള അർത്ഥം അയാൾ എന്നെ പറ്റിച്ചു എന്നല്ലേ? നിലയുടെ ചോദ്യം കേട്ട് ലച്ചു ഒരു നിമിഷം തറഞ്ഞെന്ന് പോയി. നില സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞെന്ന കാര്യം അവൾക്ക് ഏറ്റവും വല്ലാത്തൊരു ഷോക്കായിരുന്നു. എന്നാൽ അതിനൊപ്പം തന്നെ നില കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടില്ലെന്നും ലച്ചുവിന് അവളുടെ സംസാരത്തിൽ നിന്നും വ്യക്തമായിരുന്നു. അതിനാൽ തന്നെ ഇനി എങ്ങനെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുമെന്ന ടെൻഷനും അവളെ പിടികൂടി. എന്തു തന്നെയായാലും അവളുടെ മനസ്സിൽ കാശിയേട്ടനെ കുറിച്ച് മോശമായ ഒരു ചിത്രം വരാതിരിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് അവൾ നിലയുടെ കൈകൾ തൻ്റെ ഇരുകൈകളാൽ കൂട്ടിപ്പിടിച്ചു. അന്ന് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മുഴുവനായും മനസ്സിലാവാതെ ഒരാളെക്കുറിച്ച് മുൻവിധിയോടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശരിയല്ല നില. എന്താ ലച്ചു നീ പറഞ്ഞതിനർത്ഥം? ഞാൻ കാര്യങ്ങൾ തെറ്റായി ധരിച്ചിരിക്കുകയാണെന്നോ? എന്നാൽ അങ്ങനെയല്ല, എൻ്റെ ധാരണകളെല്ലാം ശരിയാണ്. കാരണം ഈ സത്യം ഞാൻ അറിഞ്ഞതിന് അയാൾ നിന്നാ. പിന്നെ എങ്ങനെ എൻ്റെ ധാരണകൾ തെറ്റാവും? നീ തന്നെ പറ. അതിനർത്ഥം കാശിയേട്ടനാണോ നിന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ്? നിനക്ക് തോന്നുന്നുണ്ടോ എന്നോട് ഇത്രയും നാളും സത്യം മറച്ചു വെച്ച ആൾ നേരിട്ട് വന്ന് ഇതെല്ലാം പറയുന്നു? പിന്നെ എങ്ങനെ നീ അറിഞ്ഞു എന്നാ? ദാ ഇതിലൂടെ. നില ടി വിയിലേക്ക് ചൂണ്ടിക്കാണിച്ച് പറയുമ്പോഴാണ് ലച്ചുവും മ്യൂട്ടായി കിടക്കുന്ന ഒരു വീഡിയോ കണ്ടത്. പെട്ടെന്ന് കാശിയുടെ വായിൽ നിന്നറിഞ്ഞ സത്യങ്ങളുടെ ഞെട്ടിൽ നിലയുടെ കയ്യിൽ നിന്ന് റിമോട്ട് താഴെ വീണിരുന്നു. അതിനാൽ തന്നെ വീഡിയോയും മ്യൂട്ടായി പോയിരുന്നു. ലച്ചു ആ വീഡിയോ വീണ്ടും ഓൺ ചെയ്യാൻ നിന്നു. നില അവൾ അതിൽ നിന്നും തടഞ്ഞു. വേണ്ട ലച്ചു, ഇനി ഒരിക്കൽ കൂടി ആ കേൾക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ല. നിനക്കറിയോ ലച്ചു, എനിക്ക് ഇന്നേ ഒരു ആരോടും തോന്നാത്തൊരു പ്രത്യേക ഫീൽ അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്നും അറിയില്ല. ഇപ്പോൾ ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ ആ നശിച്ച രാത്രി എനിക്ക് സമ്മാനിച്ച് അദ്ദേഹമാണെന്ന് അറിഞ്ഞിട്ടും എനിക്കെന്തുകൊണ്ടോ അദ്ദേഹത്തെ മനസ്സാണ് ശപിക്കാൻ പോലും പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ലച്ചു? ഞാൻ വെറൊരു വീട്ടിയായതുകൊണ്ടാണോ? പ്രണയം. ലച്ചു നിലയുടെ കണ്ണിൽ നോക്കി ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞു. നില ഒരു നിമിഷം തരിച്ചിരുന്നു. പ്രണയമോ? അതേ നില, നീ കാശിയേട്ടനെ പ്രണയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് അദ്ദേഹത്തെ വെറുക്കാൻ സാധിക്കാത്തത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയോ? അതിനൊറ്റ കാരണമേ ഉള്ളൂ. കശ്യപ് എന്ന കാശിയേട്ടൻ അതേ നിലപ്പെണ്ണിനെ പ്രണയിക്കുന്നു. അതും ഗാഠമായി, അത്രയും ആഴത്തിൽ. അത് നിനക്ക് എപ്പോഴൊക്കെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് കാശിയേട്ടനെ വെറുക്കാനും ശപിക്കാനൊന്നും പറ്റാത്തത്. എനിക്ക് നിന്നോടൊരു കാര്യം മാത്രമേ പറയാനുള്ളുന്നില്ല. ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവാതെ എടുത്തിയാഴരുത്. നിന്റെ മനസ്സിലുള്ള ഓരോ ചോദ്യത്തിനും ഉത്തരം നീ കണ്ടെത്തണം. അതൊന്നുകിൽ കാശിയേട്ടനിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ. അതുവരെ അറിയാത്ത ഒന്നിൻ്റെ പേരിലും ആ പാവ മനുഷ്യനെ ശിക്ഷിക്കരുത്. ചിലപ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് പറഞ്ഞ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും പേരിൽ നീ തന്നെ ദുഃഖിക്കേണ്ടി വരും. ലച്ചുവിൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് നിർത്താതെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരാൽ നില ഒരു ശീലകണക്കെ തറഞ്ഞു നിന്നു. എൻ്റെ കൃതി ഒന്ന് വേഗം പോ, അല്ലെങ്കിൽ നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും അവിടെ എത്തും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാതി വഴിയെല്ലാം ഉപേക്ഷിച്ച് പോരേണ്ടി വരും. ഏയ് ആൻറ്റി, ഇങ്ങനെ ടെൻഷനാവാതെ, നമ്മൾ കൂടിപ്പോൾ ഒരു 5 മിനിറ്റുള്ളിൽ അവിടെ എത്തും. കൃതി പറയുന്ന കേട്ട് സുനിത മുന്നോട്ട് നോക്കി. ഏകദേശം ദ്വാരകയുടെ അടുത്ത് എത്താറായി എന്ന് കണ്ടതും അവരിലും ആശ്വാസം നിറഞ്ഞു. ഒപ്പം അവരുടെ പ്ലാന് നടക്കാൻ പോകുന്നതിലുള്ള സന്തോഷവും. എന്നാൽ അവരുടെ കാർ ദ്വാരകയുടെ ഗേറ്റ് അടക്കുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരു കാർ അവർക്ക് തടസ്സമായി എതിർവശത്തു നിന്ന് തിരിഞ്ഞു വന്ന് അവരുടെ കാറിന് മുമ്പിലായി ബ്രേക്ക് ഇട്ട് നിർത്തി. വാട്ട് ദ ഹെൽ! പെട്ടെന്നുള്ള ഇൻസിഡന്റ് ആയതുകൊണ്ട് കൃതിയും സുനിതയും സീറ്റിൽ നിന്ന് അല്പം മുന്നോട്ട് ആഞ്ഞു പോയിരുന്നു.
അതിന്റെ ദേഷ്യത്തിൽ കൃതി മുന്നോട്ട് നോക്കി ചീറി. എന്നാൽ മുന്നിലെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കാശിയെയും ആകാശിനെയും കണ്ട് കൃതിയുടെയും സുനിതയുടെയും നെഞ്ചിരിപ്പ് ഉയർന്നു. തങ്ങൾ വന്ന എന്തിനാണെന്ന് മുന്നിൽ നിൽക്കുന്നവൻ മനസ്സിലാക്കിയാൽ തങ്ങളുടെ അവസ്ഥ എന്താവുമെന്നോർത്ത് അവർ ഇരുവരുടെയും ഉടൽ ഭയത്താൽ വിറച്ചു. തങ്ങൾ പുറത്തിറങ്ങിയിട്ടും പുറത്തിറങ്ങാതെ കാറിൽ തന്നെ ഇരിക്കുന്ന സുനിതയെയും കൃതിയെയും കണ്ട് കാശി ഉള്ളിൽ നുരഞ്ഞു പൊന്നുന്ന ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അവരുടെ കാറിനരികിലേക്ക് ചെന്നു ഡ്രൈവിംഗ് സീറ്റിന്റെ ഗ്ലാസ് ഡോറിൽ കൈകൊണ്ട് തട്ടി. ഇതേ സമയം ഇനിയും തങ്ങൾ പുറത്തിറങ്ങില്ലെങ്കിൽ കാശി എങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് കൃതിയും സുനിതയും ഉള്ളിലുള്ള പേടി പുറത്തു കാട്ടാതെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അല്ല, ആരൊക്കെ ഇത്? താടകയും ഷൂർപ്പണകയുമോ? ആകാശ് അവരിരുവരെയും നോക്കി ഒരു പ്രത്യേക താളത്തിൽ ഇത് പറഞ്ഞു. അവരിരുവരും ആകാശിനെ ദേഷ്യത്തിലും നോക്കി. എന്നാൽ അവരുടെ നോട്ടം കണ്ടാവും പുച്ഛിച്ചിരിച്ചു. നിങ്ങൾ രണ്ടാളെന്താ അവിടെ? കാശി അവരിരുവരുടെയും മുന്നിൽ വന്ന് ഗൗരവത്തിൽ ചോദിച്ചു. അവനോട് എന്ത് ഉത്തരം പറയണമെന്നറിയാതെ അവർ ഉഴറി. അത് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാൻ. ആഹാ, അത് കൊള്ളാലോ. എൻ്റെ വീട് ഷോപ്പിംഗ് മാളാക്കിയ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കാശിയുടെ ആക്കിയുള്ള പറച്ചിൽ കേട്ട് അവരിരുവരും തിരിച്ച് മറുപടി പറയാനാവാതെ വിയർത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.